ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഇത് ലോറൻസ് കോൾബർഗിന്റെ സാൻമാർഗ വികാസവുമായി നമുക്കൊന്ന് കണക്ട് ചെയ്താലോ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗംഗ ഒരു കുഞ്ഞു കുട്ടിയാണ്. നകുലൻ കയ്യിൽ വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകണ്ട. പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും നകുലനെ ഭയന്ന് ഗംഗ അനുസരിക്കുന്നു. ഈ ഒന്നാമത്തെ ഘട്ടത്തെയാണ് പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്ന് വിളിക്കുന്നത്. പിന്നെ ഗംഗ കുറച്ചുകൂടെ വലുതായേ. അപ്പം നകുലിന്റെ കയ്യിൽ വടിയൊന്നുമില്ല, പോണ്ട എന്ന് പറയുന്നു. എങ്കിൽ നകുലിന്റെ സന്തോഷത്തിന് വേണ്ടി പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഗംഗ അനുസരിക്കുന്നു. ഇതാണ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. പിന്നെ കുറച്ചുകൂടെ വലുതായ ശേഷം പോണ്ട എന്ന് പറയുന്നു. അപ്പൊ ഗംഗ തിരിച്ചു ചോദിക്കുന്നു, അതെന്താ ഞാൻ പോയാൽ? ഇവിടെ ചോദ്യം ചെയ്യുന്നു. അതേപോലെ തന്നെ തന്റെ മനസാക്ഷിക്ക് ചേർന്നത് മാത്രം അനുസരിക്കുന്നു. ഇതാണ് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി അറിവ് നേടാം. എയ്സിനൊപ്പം.